നമസ്കാരമുണ്ട്, ബഷീറാണ്. പിന്നെ 2025 ജൂൺ 24 ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറയാൻ പോണത് പോളണ്ടില്ല, നമ്മളെ പോളണ്ടിനെ കുറിച്ചാണ്. പോളണ്ടിൻ്റെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ എന്നെ വിളിച്ചിന്, നമ്മൾ അറിയുന്ന ചെക്കന്മാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ പറയാൻ പറഞ്ഞ കേസും കൂടിയാണ്. നിലവിൽ പോളണ്ടിൽ നാട്ടിൽ നിന്ന് വിസ കിട്ടിയിട്ട് പോണവരും അതേപോലെ സ്റ്റുഡൻ്റായിട്ട് പോണവർക്കൊന്നും സീനില്ല. ഞാൻ പറയാൻ പോണത് ഇവിടെ യൂറോപ്പിൽ വന്നിട്ട്, ഷെങ്കനിൽ വന്നിട്ട്, അല്ലാത്ത രാജ്യത്ത് വന്നിട്ടാണെങ്കിലും പോളണ്ടിക്ക് പോയിട്ട് ID കാർഡ് മാറ്റുന്ന ഒരു കാറ്റഗറി പരിപാടി ഉണ്ട്. അപ്പം അത് ചെയ്യുന്നവർ ജാഗ്രതയായി. സോ പറഞ്ഞിടത്തോളം അവരെന്നോട് പറഞ്ഞത് ഇപ്പം TRC അങ്ങനെ കൊടുക്കുന്നവർക്ക് കിട്ടുന്നില്ല, വളരെ പെർസെൻറ്റേജ് കുറവാണ് കിട്ടുന്നത്. ഈ ഒരു ജൂൺ മുതൽ അതിന് ഇനിയും സാധ്യത അടയാൻ പോവുകയാണെന്ന് കേൾക്കുന്നത്. TRC മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാകാൻ പോവുകയാണ് പോളണ്ട്. അതുകൊണ്ട് പോളണ്ടിക്ക് ഇപ്പോൾ ഏത് രാജ്യത്തേക്കോട്ടെ, ജർമ്മനിയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ എവിടെയാണ് നിങ്ങൾ നിന്നിട്ട് പോളണ്ട് പോയിട്ട് TRC മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ലോക്കാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ടെൻഷൻ ആക്കാനോ ഒന്നിനും വേണ്ടിയിട്ടുള്ള, ചിലപ്പോൾ ഇവിടെ കൊടുത്തവരും ഇവിടെ കയറി വന്നവരും ഒക്കെ ഉണ്ടാവും. അവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയാണ് കേൾക്കുന്നത്. എനിക്കറിയുന്ന കേസ് തന്നെയാണ്. നിലവിലിപ്പോൾ ഇത് വിസ എടുത്ത് വന്നവരും അവിടെ പോയിട്ട് റെഡിയാക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. അപ്പം അവർ ടെൻഷനാകാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ ജൂൺ മുതലാണിത് കേൾക്കുന്നത്. ജൂൺ മുതൽ വരുന്ന ആൾക്കാർക്കാണ് ഇത് വരാൻ സാധ്യത. അതിന് മുന്നേ വന്നവർക്കൊന്നും വലിയ സീൻ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നടപടി ആവട്ടെ എന്നാണ് എൻ്റെ സൈഡിൽ നിന്നില്ല പ്രാർത്ഥന. ബട്ട് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ നിങ്ങളതിൽ പോയിട്ട് ഇനി കുടുങ്ങണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും വിരോധം കാര്യങ്ങളും തോന്നണ്ട. എന്തായാലും ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. എന്താ വെച്ചാൽ നിലവിൽ പോളണ്ടിലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. കൊടുത്തവർ തന്നെ 6 മാസം 8 മാസം 10 മാസം ഒക്കെയാണ് എൻ്റെ ടൈം പോണത്. ഒരുപാട് സമയം കളഞ്ഞ് അതിൻ്റെ ബാക്കിൽ നിൽക്കണം. ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ TRC കിട്ടണത്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് നമുക്ക് തന്നെ അറിയണ കേസാണ്. അപ്പം ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോയിട്ട് TRC മാറ്റുക എന്ന് പറയുന്നത് ചില രാജ്യത്ത് അത്ര ഈസി പ്രോസസ്സല്ല. ഷെങ്കനാണെങ്കിൽ പോലും നമ്മളെല്ലാ പേപ്പേഴ്സും റെഡി ആവണം, എല്ലാ കാര്യങ്ങളും റെഡി ആവണം. എന്നാൽ തന്നെ പോളണ്ടിക്ക് ഒരുപാട് ആൾക്കാർ കയറുന്നതുകൊണ്ടും അവിടെ ഇതേപോലെ TRC കാര്യങ്ങൾ പെട്ടെന്ന് നടന്നതുകൊണ്ടും ആണ് എല്ലാവരും പെട്ടെന്ന് പോളണ്ടിൽ നിന്ന് ചിന്തിച്ച് പോണത്. അതുകൊണ്ട് തന്നെ പോളണ്ട് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അവിടുത്തെ ഈ ഒരു സിസ്റ്റത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും ആൾക്കാർ വരുന്നതുകൊണ്ടോ എന്താ അറിയില്ല, അതിൻ്റെ ഒരു ഉള്ളുവശം എന്താ അറിയില്ല. പക്ഷേ എന്തായാലും ഇനി അത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ആ റിസ്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കുന്നത് നന്നാവും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് ശരിക്കും പോളണ്ടിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ ആളുകൾക്ക് വിളിച്ചിട്ട് അത് ചോദിക്കുക. ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളനുഭവം അവിടെ ഉള്ളവരാണെങ്കിൽ സത്യസന്ധമായിട്ട് കമൻ്റ് ഒന്ന് എഴുതിയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പോളണ്ടിലുള്ള ആളുകൾ തന്നെയാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് പക്ഷേ. അപ്പോൾ ഒരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞോളാം. ഇനി വരാൻ പോകുന്നവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കോട്ടെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും TRC കൊടുക്കുന്നവരും അവിടേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. മറ്റു രാജ്യത്ത് പോയിട്ട് പോളണ്ടിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.